എനിക്കൊന്ന് പലരും വിചാരം ഞാൻ അവരെ നിർത്തി എവിടേക്കോ പോയെന്നുള്ളൊരു ഇതാണ്. പക്ഷേ ദാറ്റ് ഈസ് വൺ ഗുഡ് ഫിലോസഫി ഐ വുഡ് ലൈക്ക്. ഞാൻ ജീവിക്കുന്നത് ആ ഒരു ഫിലോസഫിയിൽ. ലൈക്ക് റെഗുലർ ആയിട്ടുള്ള സ്ട്രെസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ആങ്സൈറ്റി ഇഷ്യൂസും അങ്ങനത്തെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഇത് പഠിച്ചുകൊണ്ടും കുറേ ഗുണമുണ്ടായിട്ടുണ്ട്. കുഴി ചാടുന്നതിന് മുന്നേ ഒരു യുനോ ഫോർസെറ്റ്. ഗൗതമിയെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട 2 സിനിമകളിലൂടെയാണ് ഓഡിയൻസിന് അറിയാവുന്നത്. ഇപ്പോൾ ന്യൂറോ സയൻറ്റിസ്റ്റാണ്. ഈ ക്ലിനിക്കൽ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ അത് എന്തായിരുന്നു കാര്യം? എനിക്ക് ബേസിക്കലി മെഡിക്കൽ ഫീൽഡ് പണ്ട് തൊട്ടേ താല്പര്യമായിരുന്നു. അപ്പം ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി ഞാൻ എടുത്തത് എനിക്ക് തോന്നി ബിക്കോസ് ആസ് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ആൾക്കാരുടെ സാധനങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ലൈക്ക് മെഡിക്കലി റിലേറ്റഡ് ആയിട്ട് നിൽക്കുകയും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല എനിക്ക് ഇതേ സാധനം എനിക്ക് ഫിലിമിലും ഉപയോഗപ്പെടും എന്ന രീതിയിൽ. കാരണം സൈക്കോളജി പല പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൈവേഴ്സ് ആയിട്ട് 2 രീതിയിൽ എനിക്കിതിനെ ഉപയോഗിക്കായിരുന്നു. പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ന്യൂറോ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. അപ്പോൾ ന്യൂറോയിൽ ഫോക്കസ് ചെയ്താണ് ഞാൻ ലൈക്ക് മാസ്റ്റേഴ്സ് ചെയ്തപ്പോഴത്തേക്കും ക്ലിനിക്കൽ സൈക്കോളജി എടുത്തിട്ട് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു PhD കൂടെ എടുത്താൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം ന്യൂറോയിലേക്ക് ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇത് എങ്ങനെ ഹെൽപ്പ് ചെയ്തു? അതിനുശേഷം അങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഇല്ല. എനിക്ക് അത്രയ്ക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ളൊന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം കുറച്ചും കൂടെ എവിടേക്കോ എനിക്ക് അറിയത്തില്ല. അത് കാരണം സബ് കോൺഷ്യസ് ആയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നതാണോ? കാരണം ഞാൻ ഇപ്പോൾ എഫേർട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇനിയും ചിലപ്പം വേറൊരു പടം വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ആ രീതിയിൽ ബോഡി ലാംഗ്വേജ് മാറ്റുന്നതോ ഇല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കുള്ള ഇതോ ഇല്ലെങ്കിൽ സട്ടിലായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം, ഇത് കുറേയൊക്കെ ക്യാരക്ടേഴ്സ് പല ആൾക്കാർ നടക്കുന്ന ഓരോ രീതിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. റിയൽ ലൈഫിൽ ആൾക്കാരെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും? നല്ലോണം പറ്റും. റിയൽ ലൈഫിൽ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടായത്? മൊത്തത്തിൽ ഒരാളെ കാണുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും. 2-3 പ്രാവശ്യം പരിചയപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു 3-4 ആയിട്ടുള്ള മീറ്റിംഗ്സ് കഴിയും. ആദ്യത്തെ മീറ്റിങ്ങിൽ എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം പൊതുവേ ആൾക്കാർ ആദ്യത്തെ മീറ്റിങ്ങിൽ എപ്പോഴും അവരുടെ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് ഇല്ലെങ്കിൽ ബെസ്റ്റ് ബിഹേവിയറിലാണ് നിൽക്കുന്നത്. അതിപ്പം ലൈക്ക് അവർ ഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഇല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും നമുക്ക് ഭയങ്കര ഗാർഡഡ് ആയിരിക്കും ആൾക്കാർ ആദ്യം. പിന്നെ ചില ആൾക്കാരുണ്ട് ടോട്ടലി ലൈക്ക് ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നമുക്ക് എന്താണ് കുഴി ചാടുന്നതിന് മുന്നേ ഒരു യുനോ ഫോർസെറ്റ്. അല്ല, അത് ഉറപ്പാണോ? അത്ര ഷുവറാണോ? ഇതുവരെ ഞാൻ ആയിരിക്കില്ല എന്ന് വിശ്വസിച്ച കുറേ സാധനങ്ങൾ എനിക്ക് തന്നെ അവസാനം അത് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഡൗട്ടുണ്ട് ഇങ്ങനത്തെ എനിക്ക് അതെന്താ ഗട്ട് ഫീലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്കൊരു തോന്നലായിരുന്നു ഇത് ശരിയാവത്തില്ല ഇത് ശരിയാവുന്നുള്ളത്. പലപ്പോഴും ഞാൻ വിചാരിക്കും എൻ്റെ തോന്നലാണ്. പക്ഷേ ഇവൻച്വലി ഞാൻ വിചാരിച്ചത് തന്നെ ആയിരിക്കും. അത് ബേസിക്കായിട്ട് എങ്ങനെ ഇതൊക്കെ സയൻറ്റിഫിക് ഇതാണ്. നമ്മൾ കുറേ ഒബ്സർവ് ചെയ്ത് ബോഡി ലാംഗ്വേജ് റീഡിങ് അങ്ങനത്തെ എന്തൊക്കെയോ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ഒബ്സർവ് ചെയ്യുന്ന പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇപ്പം ഞാൻ കുറച്ച് തെറപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ ഇപ്പോൾ ഉളമ്പാറയിലൊക്കെ ഇന്റേൺഷിപ്പിനൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ തെറപ്പിയിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ അസുഖത്തും ഓരോ രീതിയിലായിരിക്കും അവർ ലൈക്ക് ബിഹേവിയർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ അസുഖത്തിനും ഓരോ ആൾക്കാർ എന്ത് കാണിക്കും അങ്ങനെയൊക്കെ. കാരണം ഇവർക്കറിയത്തില്ലായിരിക്കും ഇവർക്ക് എന്ത് പ്രശ്നം കൊണ്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഇവർ ഓരോന്നും കാണിക്കും, ഇവർ ഓരോന്ന് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ ഓരോന്നും നോക്കി നോട്ട് ചെയ്ത് ഹിസ്റ്ററി എടുത്തിട്ടൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഇവർക്ക് എന്ത് അസുഖമാണ്, ഇവർക്ക് ആസ് ഇൻ ഡിപ്രഷനാണോ, മൂഡ് ഡിസോർഡർ ആണോ, പേഴ്സണാലിറ്റി ഇഷ്യൂ ആണോ എന്നൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ ഇതാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സാധാരണ രീതി വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇങ്ങോട്ട് അത് എന്താണ് ഉപയോഗപ്പെടുന്നത്. സോ പഠിച്ചത് വെച്ച് ഇനി ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്ത് വരുമ്പം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും. എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പം ഒരു പടം ചെയ്തപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാൻ പോയില്ല. ഞാൻ അങ്ങനെ അതന്നെ മേരി ആവാസ് അത് ചെയ്തപ്പോഴും ഞാൻ അധികം ഒന്നും ചിന്തിക്കാൻ പോയില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എനിക്ക് സൈക്കോളജിനെക്കാട്ടിലും ഞാനൊരു ആസ് ഇൻ കുറേയും കൂടെ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സാണ് വന്നത്. ആസ് ഇൻ കാരണം ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഒരു പടത്തിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അത് ചെയ്തപ്പോഴത്തേക്കും ലെൻസ് ഏതാണ്, ലൈറ്റ് എവിടാണ്,
എന്താണ് ഷോട്ട്, ക്യാമറ മൂവ്മെൻറ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ മനസ്സിൽ കൂടെ ഓടിയത് ദാൻ എന്താണ്. അത് ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം എനിക്കറിയില്ല, അത് ആ രീതിയിലായിരുന്നു ആ സമയത്ത് ചിന്ത മൊത്തം പോയത്. നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് ആക്ച്വലി പ്ലേ ചെയ്യാൻ കിട്ടിയത്. സോ കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളെങ്കിലും ഐ തിങ്ക് അതെനിക്ക് നല്ല രസമായിട്ടുള്ളൊരു പടമായിട്ടാണ് തോന്നിയത്. ബട്ട് അവിടെയും എനിക്ക് തോന്നുന്നു അധികം എനിക്ക് എന്തോ ഞാൻ ഇപ്പോൾ ലൈക്ക് ചോദിച്ചപ്പോഴാണ് ചിന്തിച്ചത്. എനിക്ക് അവിടെ ഞാൻ സൈക്കോളജിക്കൽ ആസ്പെക്ട്സേ ചിന്തിച്ചില്ല. മേ ബി ആസ് ഇൻ RJs എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, അങ്ങനത്തെ കുറേ സട്ടിലായിട്ട് അവർ സംസാരിക്കുന്ന ടോൺ, ആസ് ഇൻ റേഡിയോയിൽ ആൾക്കാർ എങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനത്തെ ഒക്കെ സാധനം അല്ലാതെ ഞാൻ കൂടുതൽ അവിടെ എനിക്ക് തോന്നുന്നു ടെക്നിക്കലി ആയിരുന്നു എൻ്റെ തലയിൽ കൂടെ ചിന്തകൾ മൊത്തം ഓടിയത് ദാൻ സൈക്കോളജിക്കലി. ഡിറക്ഷനിലേക്ക് വരുന്നു എന്നുള്ളത് പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ സിനിമ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പം ആ ഒരു പീരീഡിനെ ഫേസ് ചെയ്യാനും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതിരുന്നു, അതിനകത്ത് കുറേ ഇഷ്യൂസ് ഉണ്ടാവും, അത്തരം ഏരിയ ഫേസ് ചെയ്യാൻ സൈക്കോളജി ഹെൽപ്പ് ചെയ്തോ? കാരണം എനിക്ക് അതിനെപ്പറ്റി ഇപ്പോഴും ചിന്തിച്ചിട്ടും വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ബട്ട് അത് ആലോചിച്ച് എനിക്ക് അയ്യോ എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഇപ്പോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്, പക്ഷേ മേ ബി ഇതിനെക്കാട്ടിലും വേറെ എന്തെങ്കിലും ആയിരിക്കും. സോ ഇപ്പം കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ലൈക്ക് റെഗുലർ ആയിട്ടുള്ള സ്ട്രെസ് ഇല്ലെങ്കിൽ അങ്ങനത്തെ ആങ്സൈറ്റി ഇഷ്യൂസും അങ്ങനത്തെ കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഇത് പഠിച്ചുകൊണ്ടും കുറേ ഗുണം ഉണ്ടായിട്ടുണ്ട്. ആസ് ഇൻ ഇമോഷണലി കുറേയും കൂടെ എന്താണ് ലൈക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊരു മനസ്സിലൊരു സാധനം വരുമ്പോഴത്തേക്കും, ഇല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് സംസാരിക്കുകയാണ്, എന്നിട്ട് അവിടെ അടി ഉണ്ടായെന്ന് വെച്ചോ, ഞാൻ അവിടെ റിയാക്ട് ചെയ്തതിനെക്കാട്ടിലും എന്തുകൊണ്ട് ഈ ആൾ ഇങ്ങനെ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ റിയാക്ഷൻ അവിടെ നിന്ന് വന്നു. ഇപ്പം അത് ചിലപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരാൾ ഒരു സാധനത്തിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് പേഴ്സണലി നമ്മളെ ഡയറക്റ്റ് ചെയ്തിട്ടല്ല, പ്രോബബ്ലി അവർക്ക് പ്രീവിയസ്ലി ഉണ്ടായ എക്സ്പീരിയൻസ് കാരണമോ ഇല്ലെങ്കിൽ അവർക്ക് ഇതേ സിറ്റുവേഷനിൽ പണ്ട് വന്നപ്പോഴത്തേക്കും നേരിടേണ്ടി വന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു റിയാക്ഷൻ വരുന്നതെന്നാണ്. നമ്മുടെ റിയാക്ഷൻ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യും അവരുടെ ബാക്കിയുള്ള ഫ്യൂച്ചർ ഇത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ കുറേ അനാലിസിസ് അല്ലെങ്കിൽ ഡെയിലി ലൈക്ക് ഡേ ടു ഡേ അഫയേഴ്സിൽ ഇങ്ങനെ അനലൈസ് ചെയ്ത് ഇങ്ങനെ പോകാറുണ്ട്. സോ അങ്ങനെ സൈക്കോളജി കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി പണം നടക്കാത്തപ്പോഴത്തേക്കും അതിൻ്റെ ടെൻഷനുണ്ട്, കാരണം പേയ്മെൻറ്റ് കൊടുക്കാനുള്ള കുറേ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട്. ബട്ട് ദെൻ അതിപ്പം കുറേ കാലം കഴിഞ്ഞുകൊണ്ട് എന്താണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഒന്നും ആയിട്ടില്ല, ഒന്നും പറയാനും ആയിട്ടില്ല. കാരണം ഒന്നാമത് ഇത്രയും വർഷം കഴിഞ്ഞു, പിന്നെ പ്രൊഡക്ഷൻ ഇഷ്യൂസും. അപ്പം ഇനി ഇപ്പോൾ എല്ലാവരും കൂടെ അതേ മൈൻഡ് സെറ്റിൽ തിരിച്ച് വന്നാലേ അതേ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ആരും ആ മൈൻഡ് സെറ്റിലല്ല. സോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓരോ പ്രോജക്റ്റിനും ഓരോ രീതി അതെ, അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിൽ നിന്ന് മാറി, ഈ ഫിലിം ഏരിയയിൽ നിന്ന് മാറി കുറച്ച് നാൾ പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഒരു ടൈമുണ്ട്. നമ്മൾ കുറച്ചുകൂടെ പുറത്തു നിന്നാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ ചെയ്തതിനെ പറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെ പറ്റി, നമ്മളുണ്ടായിരുന്ന ആ ഒരു സ്പേസിനെ പറ്റി മാറി നിന്ന് നോക്കുമ്പോൾ എന്താണ് യോധമി തോന്നിയിട്ടുള്ളത്? മാറി നിന്നോ ആസ് ഇൻ എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ഇതുണ്ട്. ആസ് ഇൻ ഇവിടെ എനിക്ക് വെളിയിൽ ലൈക്ക് എൻ്റെ റീസർച്ചും പഠിത്തവും പരിപാടിയുണ്ട്. നല്ല പടം വരുമ്പോഴത്തേക്ക് മാത്രം പോകുന്നു ചെയ്യുന്നു. സോ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ലെസ് ഇമോഷണലി ഡാമേജിങ് അല്ലെങ്കിൽ ലെസ് ഇമോഷണലി ഡ്രെയിനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം സിനിമ ഇല്ലാത്ത സമയത്ത് അയ്യോ എന്താ സിനിമ ഇല്ലാത്ത എന്നുള്ള സാധനമില്ല. കാരണം ഇപ്പുറത്ത് പഠിക്കുന്നുണ്ട്, ഇവിടെ ജോലിയുണ്ട്, റീസർച്ച് നടക്കുന്നുണ്ട്. ആൻഡ് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ടോക്സിക് എൻവയൺമെൻറ്റ്സിൽ നിന്നും നിൽക്കേണ്ടി വന്നിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ബാലൻസ് ഇസ് ഗുഡ്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് രണ്ട് സൈഡിലും ഫുള്ളി ഇമേഴ്സ്ഡ് ആയിട്ട് നിന്നിട്ടില്ല, ഇല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ട് നിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ ബാലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ നിപ്പുറത്തെ ആടുന്നു, അവിടെ നിപ്പുറത്തെ ആടുന്നു. സോ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഫിലിംസ് ബേസിക്കലി ഞാൻ ലൈക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. അല്ലാതെ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി 10 പേര് അറിയും, മനസ്സിലാക്കുകയൊക്കെ ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടിലും ഐ തിങ്ക് ക്രിയേറ്റീവ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആസ് എൻ പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിലൊരു ഇത്. സോ ഐ തിങ്ക് ആർട്ട് ഈസ് ഇൻഡെഫിനിറ്റ്. ഇപ്പോൾ ഞാൻ നാളെ മരിച്ചു പോയാലും സിനിമ അവിടെ തന്നെ കാണും. സോ ആ രീതിയിൽ ഐ തിങ്ക് ഐ ലൈക്ക് ദാറ്റ് ഐഡിയ. ഇപ്പം എന്താണ് സ്റ്റേയിങ് ഇമോർട്ടൽ. കാരണം 100 വർഷം കഴിഞ്ഞാലും ഈ പടങ്ങളൊക്കെ അവിടെ തന്നെ കാണും. സോ അതിൻ്റെ ഒരു ഐഡിയ ആണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എന്നെ ഫാസിനേറ്റ് ചെയ്തത്. ആൻഡ് ഒബ്വിയസ്ലി എനിക്ക് ഒരു ലൈഫിൽ എനിക്കിപ്പം
പല പല ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ പല പല ആൾക്കാരായിട്ട് ജീവിക്കാൻ പറ്റും. അത് ഇൻ റിയാലിറ്റി എനിക്ക് പറ്റത്തില്ല. സോ ആ ഒരു ഐഡിയയും കൂടെ ആണെന്ന് തോന്നുന്നു എന്നെ കുറച്ചും കൂടെ ഫാസിനേറ്റ് ചെയ്യിപ്പിച്ചത്. സൈക്കോളജി പഠിച്ചത് കൊണ്ട് പേഴ്സണൽ ലൈഫിലുണ്ടായ ഏറ്റവും വലിയൊരു ഗുണമുണ്ട്. എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാൻ പറ്റും, എന്ത് സംഭവിച്ചാലും. എന്താണെങ്കിലും ഒബ്വിയസ്ലി ഒരു സമയം പീരീഡ് ഇല്ലെങ്കിൽ വിഷമം കാണും, ബട്ട് ഇവൻച്വലി അത് തിരിച്ച് ബാക്ക് ടു ഹാപ്പിനെസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പം അത് എനിക്ക് സൈക്കോളജി കാരണം വളരെ യൂസ്ഫുള്ളാണ്. പണ്ടും അങ്ങനെ ആയിരുന്നു, പക്ഷേ എനിക്ക് സൈക്കോളജി പഠിച്ചതോടെ കുറച്ചും കൂടെ ആ ഒരു ഇമോഷണൽ ആസ്പെക്റ്റ് ഒന്ന് സോളിഡിഫൈ ആയിട്ടുണ്ട്. സോ അല്ല, അതെങ്ങനെ വേറൊരാൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തോട്ട് പ്രോസസ്സ് നമുക്ക് കുറേ മാറ്റാൻ പറ്റും, പക്ഷേ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഒബ്വിയസ്ലി കറക്റ്റായിട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം, ഇല്ലെങ്കിൽ അത് അപ്പുറത്തിരിക്കുന്ന ആളെ നെഗറ്റീവ് രീതിയിലും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ചെറിയ 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 നുവാൻസസ് വെച്ചിട്ട് നമുക്ക് ചുറ്റുപാടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ പൊതുവേ തെറപ്പി ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട് നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫ്രണ്ട് സർക്കിളും ഫാമിലിനെയും നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല എന്ന്. കാരണം ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ആ സിറ്റുവേഷനെ നോക്കത്തില്ല. കാരണം ഒബ്വിയസ്ലി എപ്പോഴും ഒരു പേഴ്സണൽ ബയസ് വരും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനോട് ഒബ്വിയസ്ലി എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ ചിലപ്പം വേറൊരു ഇഷ്യൂ പറയുമ്പോഴത്തേക്കും അവരുടെ സൈഡിൽ നിന്നേ ഞാൻ ചിലപ്പോൾ സംസാരിക്കത്തുള്ളൂ. അല്ലാതെ മൊത്തത്തിൽ ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ സിറ്റുവേഷൻ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊരു സൈക്കോളജിസ്റ്റ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ലൈക്ക് അസുഖം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് എത്ര നല്ല സൈക്കോളജിസ്റ്റ് ആണെങ്കിലും വേറെ ആളെ കാണാനേ പറയത്തുള്ളൂ. ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ ആ സിനിമ വർക്കായി, നമുക്കൊരു ഫെയിം കിട്ടി, നമ്മൾ അടുത്ത പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ തന്നെ അപ്രോച്ച് ചെയ്യും, നമ്മൾ തന്നെ ഫിലിം മേക്കേഴ്സിൻ്റെ അടുക്ക ഡയറക്ടേഴ്സിൻ്റെ അടുക്ക റോൾസ് ചോദിക്കും. ആ ഒരു ട്രാക്കിലായിരുന്നില്ല ഗൗതമി പോയത്. ഞാൻ ഇതുവരെയും അങ്ങനെ ആരോടും ചോദിച്ചിട്ടുമില്ല. അത് മാത്രമല്ല, ഐ തിങ്ക് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നു, ബ്രേക്ക് വരുന്നു, അവിടെ ഒരു ലൈക്ക് ആ ഒരു സമയത്തിന് പ്രൊഡക്റ്റീവായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ലൈക്ക് ഡു റീഡ് ബുക്സ്, വേറെ ക്ലാസ്സസിന് പോകുന്നുണ്ടോ? ആർ യു ഡൂയിങ് എനിത്തിങ് ടു എൻഗേജ് യുവർ സെൽഫ് മെൻ്റലി? ആർ യു ക്വാളിറ്റേറ്റീവ്ലി ഇല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടാണോ ടൈം യൂട്ടിലൈസ് ചെയ്യുന്നത്? 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 5 വർഷം എടുക്കുകയാണെങ്കിൽ 5 പടം ചെയ്തു, ഒരു 24 hours ഇൻ എ ഡേ. ഹൗ യൂസ്ഫുൾ അല്ലെങ്കിൽ ഹൗ പ്രൊഡക്റ്റീവ് ആയു 24 hours നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിപ്പോൾ 10 പേരെ കാണിക്കണമെന്ന രീതിയിലൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ബട്ട് ഫോർ യുവർ ഗ്രോത്ത് ആസ് എ പേഴ്സൺ, ഫോർ യുവർ മെൻറ്റൽ ഗ്രോത്ത്, ഇപ്പോൾ ഒരു ഇഫ് യു ഗോയിങ് ഞാൻ ബേസിക്കായിട്ട് ആലോചിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു മുറി പോവാണ്, 10 തരത്തിലുള്ള ആൾക്കാരായിരിക്കും. ആ 10 തരത്തിലുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റുമോ? ആ 10 തരത്തിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മെൻ്റലി അല്ലെങ്കിൽ കോൺവെർസേഷൻ വെച്ചിട്ട് എൻഗേജ് ചെയ്ത് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് പ്രൊഡക്റ്റീവ്ലി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ പറയാൻ കാണുമോ? ആ രീതിയിലായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത് എക്സ്പീരിയൻസ്, പഠിത്തം, റീഡിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ആൻഡ് അതർവൈസ് യു വിൽ ഓൾവേസ് ബി ഇൻ ഒരു ക്ലോസ് സർക്കിൾ. ആ സർക്കിളിൽ നിന്ന് വെളിയിൽ പോകത്തില്ല. യു വിൽ ബി സ്റ്റക്ക് ഇൻ എ കംഫർട്ട് സോൺ. സോ ദാറ്റ്സ് വൈ ഐ ഫീൽ എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സിനിമയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ അറിയണം, അല്ലെങ്കിൽ ആ എഡ്യൂക്കേഷൻ. ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു അതൊന്നും അറിയത്തില്ലെങ്കിൽ ദെൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നുമല്ല. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം എനിക്ക് റീസെർച്ച് നടക്കുന്നതുകൊണ്ട് ഞാൻ ആ രീതിയിലാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് കിട്ടുന്ന സമയത്ത് ബുക്സോ എന്തെങ്കിലും ന്യൂസോ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ക്ലാസ്സസോ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഐഡിയൽ മൈൻഡ് ഇസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയത്തില്ലേ. സോ അതുകൊണ്ട് ഗൗതമിക്ക് കിട്ടിയ അഡ്വൈസും അങ്ങനെയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ അമ്മ എന്ത് ചെയ്യാനും സപ്പോർട്ടീവാണ്. പക്ഷേ അമ്മ എപ്പോഴും പറയും പഠിത്തം കഴിഞ്ഞിട്ട് മതി എല്ലാം, ബിക്കോസ് ഇങ്ങനെയാണ് ഇൻഡസ്ട്രി, ഇങ്ങനെയാണ് കാര്യങ്ങൾ. 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഇഫ് യു നോട്ട് ഡൂയിങ് ഫിലിംസ് വോട്ട് യു വോണ്ട് ടു ഡു? ചുമ്മാ വീട്ടിൽ കുത്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിൽ അമ്മ പറഞ്ഞ് ഐ തിങ്ക് പണ്ട് തൊട്ടേ പഠിത്തം ഹാസ് ഓൾവേസ് ബിൻ വെരി ഇമ്പോർട്ടൻറ്റ്. അമ്മയുടെ അഡ്വൈസ് ആണോ ഏറ്റവും കാര്യമായിട്ട് എടുക്കാറുള്ളത്? അമ്മയുടെ അഡ്വൈസ് ഒബ്വിയസ്ലി കാര്യമായിട്ട് എടുക്കും. ബട്ട് ഐ തിങ്ക് ഗുഡ് അഡ്വൈസ് എവിടെ നിന്ന് വന്നാലും നമ്മളത് നോക്കണം എന്നാണേ ഞാൻ പറയത്തുള്ളൂ. ഒബ്വിയസ്ലി ഫ്രം ദ റൈറ്റ് പീപ്പിൾ ടു, ബട്ട് ഗുഡ് അഡ്വൈസ് ഇസ് ഓൾവേസ് വെൽക്കം. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരുണ്ടോ ഇതിന്? എന്തിൽ? മൊത്തത്തിൽ നമ്മുടെ ഒരു ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഗ്രോ ചെയ്യാൻ? ഐ തിങ്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പല ആൾക്കാരെ മീറ്റ് ചെയ്യും. ഞാൻ ഓരോ ആൾക്കാരും നമ്മൾ ഓരോ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ഓരോന്നാണ്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണോ ഈ എക്സ്പീരിയൻസ് എടുത്തിട്ട് നമ്മുടെ ഗ്രോത്തിനെ ഉപയോഗിക്കുന്ന രീതിയിലേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. സോ ഐ തിങ്ക് ലൈഫ് ഈസ് എ സീരീസ് ഓഫ് പീപ്പിൾ കമ്മിങ് ആൻഡ് ഗോയിങ്. ആൻഡ് അതിൽ നിന്ന് ഹൗ ഡു വി ഗ്രോ ഇസ് ഐ തിങ്ക് ഇവൻച്വലി നമ്മുടെ ലൈഫ് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ കിട്ടിയത് അതെ നമ്മൾ പഠിച്ചതിൽ നിന്നാണോ കിട്ടുന്നത്, എക്സ്പീരിയൻസ് ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളൊരു കുറേയൊക്കെ ചിലപ്പോൾ സൈക്കോളജി ആവാൻ ചാൻസ് ഉണ്ട്.
മെജോറിറ്റിയും സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം സൈക്കോളജി കുറച്ചും കൂടെ ഫിലോസഫിക്കലായിട്ടും ബന്ധപ്പെട്ട സബ്ജക്ട്സ് ആണ്. സോ കുറേ ഏരിയാസ് ഓഫ് സൈക്കോളജി ഫിലോസഫി എന്നൊക്കെ വന്ന്, ഇല്ലെങ്കിൽ ഫിലോസഫി പഠിപ്പിച്ചുകൊണ്ടിരുന്ന പണ്ടത്തെ, ഞാൻ കുറേ വർഷങ്ങൾ മുന്നത്തെ കാര്യം പറയുന്നത്, അങ്ങനത്തെ ഫീൽഡിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് കുറേയൊക്കെ സൈക്കോളജി ഉണ്ടാക്കിയതൊക്കെ. അപ്പോൾ ഒബ്വിയസ്ലി അവരുടെ തോട്ട് പ്രോസസ്സും, പിന്നെ അഗൈൻ സൈക്കോളജിയും പറയുമ്പോഴത്തേക്കും പല പല ആൾക്കാരുടെ ചിന്തകളും ഐഡിയോളജീസും കൂടെ ചേർന്നിട്ടാണല്ലോ. സോ അങ്ങനെയൊക്കെ കുറേയൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഫിലോസഫിയിൽ വായിച്ചിട്ടുണ്ടാവും ഒരുപാട്, എന്നാലും ഇല്ല സൈക്കോളജിയിലുള്ള ഫിലോസഫി ഉള്ളൂ, അല്ലാതെ എനിക്ക് അല്ല ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഗൗതമി ഏറ്റവും ക്യാച്ച് ചെയ്ത ഒരു ഫിലോസഫി ഉണ്ടോ ഏതെങ്കിലും? എനിക്ക് തോന്നുന്നു ലിവ് ഇൻ ദ മൂമെൻറ്റ്. ഇന്നത്തേക്ക് നമുക്ക് സൈക്കോളജിയും ഫിലോസഫിയും കൂടെ കമ്പൈൻ ചെയ്ത് എനിക്ക് പറയാനുള്ളത് ലിവ് ഇൻ ദ മൂമെൻറ്റ്. കാരണം രസമായിട്ടൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതുപോലും നിങ്ങൾ പാസ്റ്റിലേക്കാണ് കാണുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺസ് ഈ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ മൈക്രോ സെക്കൻഡ് ഡിലേ ഉണ്ട്. സോ ടെക്നിക്കലി നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തത് പാസ്റ്റാണ്, കുറച്ച് വിയേർഡാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്നും പറയുന്നത് ഇസ് ഓൾമോസ്റ്റ് ഒരു ഡിലേ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രസൻറ്റിലേക്കും ഇൻ ദ മൊമെൻറ്റ് ഇത് ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് 100% ഉറപ്പിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ ആങ്സൈറ്റിയും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇസ് ബിക്കോസ് യു ഡോണ്ട് നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ടുമോറോ. ഫ്യൂച്ചറിനെ പറ്റി നമുക്കൊരു കൺട്രോളും ഇല്ല, നമുക്ക് എന്താ സംഭവിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. പാസ്റ്റിലേക്കും ഗിൽറ്റും അങ്ങനത്തെ സാധനങ്ങളും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. 10 വർഷം മുന്നേ നിങ്ങൾ എന്ത് ചെയ്തോ, എത്രക്ക് ഗിൽറ്റ് അടിച്ചാലും എത്രക്ക് വിഷമിച്ചാലും അത് മാറാൻ പോകുന്നില്ല. സോ ആകപ്പാടെ നമുക്ക് ഉള്ളത് ഈ പ്രസൻറ്റ് ഇല്ലെങ്കിൽ ഈ മൊമെൻറ്റ് മാത്രമാണ്. സോ വെൻ യു ലിവിങ് ഇൻ ദിസ് മൊമെൻറ്റ്, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ചോയ്സസ് വിച്ച് വുഡ് നോട്ട് ക്രിയേറ്റ് പ്രോബ്ലംസ് ഇൻ ദ ഫ്യൂച്ചർ, യെറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഹാപ്പിയാണ്, നമ്മുടെ ചുറ്റുപാടുള്ളവരും പ്രശ്നമില്ലെങ്കിൽ, ഐ തിങ്ക് ദാറ്റ് ഈസ് വൺ ഗുഡ് ഫിലോസഫി ഐ വുഡ് ലൈക്ക്. ഞാൻ ജീവിക്കുന്നത് ആ ഒരു ഫിലോസഫിയിലാണ്. അപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നതേ ഇല്ല ഇതുവരെയുള്ള ഡിസിഷൻ? എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പടം വേണ്ടാന്ന് വെച്ചത് മാത്രമേ ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ഒരു റിഗ്രറ്റ്സും ഇല്ല. ജീവിതത്തിൽ ഇതുവരെ എന്ന് പറയാൻ മതി, ഉള്ള ചെറിയ ജീവിതം. ചിലപ്പോൾ നാളെ തട്ടിപ്പോവാണെങ്കിലും ഞാൻ മരിച്ചു പോകുന്നതിൻ്റെ മുമ്പേ ഒന്നുമില്ല. അത് ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് കാണുന്ന ഒരു ആളാണ്. കാരണം ഇപ്പം എന്താണ്, ടൈം എന്ന് പറയുന്നത് വളരെ ഫിക്കിളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന സാധനമാണ്. അപ്പോൾ ആ സമയത്ത് ആകപ്പാടെ കുറച്ച് വർഷത്തേക്കാണ് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ആ ഉള്ള പകുതി സമയം ടെൻഷൻ അടിച്ച് അയ്യോ എന്നും പറഞ്ഞിട്ട് ഇരിക്കുവാണെങ്കിൽ വെൻ ആർ യു ഗോയിങ് ടു എക്സ്പീരിയൻസ് ഓൾ ദ ഗുഡ് തിങ്സ് അറൗണ്ട് യു. സോ ആ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് മാക്സിമം ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് എനിക്ക് വിശ്വാസം. അത് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ അങ്ങനാണ്. സോ അച്ഛൻ ആ രീതിയിലാണ് എന്ത് നടന്നാലും നോക്കുന്നത്, വിച്ച് ഈസ് ബിക്കോസ് അപ്പോൾ എത്രയൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും ഹീസ് വെരി ഹാപ്പി, ഹീസ് ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരിതാണ്. സോ അതുകൊണ്ട് ഐ തിങ്ക് അത് കുറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഗൗതമി എടുത്തുന്ന അഡ്വൈസ് എടുക്കാറുണ്ടോ ആരെങ്കിലും ഇതുപോലെ? ഇല്ല, പക്ഷെ മിക്ക ഫ്രണ്ട്സും, എൻ്റെ വളരെ അടുത്ത ഒരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരുടനെ എന്നെ വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്, ഇതാണ്. അപ്പം ഞാൻ ആ രീതിയിൽ പറ്റുന്ന രീതിയിൽ ഞാൻ കൗൺസിലിംഗിൽ സംസാരിച്ച് ഒന്ന് ഓക്കെ ആക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള? ഇല്ലെങ്കിൽ അവർ വീണ്ടും എൻ്റെ അടുത്ത് വരത്തില്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തോ സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇവർ ഓക്കെയാണ് എൻ്റെ അടുത്ത് കൺഫൈഡ് ചെയ്തതിന്. അപ്പോൾ ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള അഡ്വൈസുകൾ കൊടുക്കുക എന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. ശരി, അപ്പോൾ നമ്മളുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ കൂടുതലും അങ്ങനെ സംസാരിക്കുകയും അങ്ങനെ ഒരു അഡ്വൈസ് എടുക്കുകയും ചെയ്യുന്നത്? ഉണ്ട്, ചിലപ്പം പ്രായമുള്ള ആൾക്കാരും ഉണ്ട്, എന്നെക്കാട്ടിലും നല്ല പ്രായമുള്ള ആൾക്കാരും ചിലപ്പം സംസാരിക്കാൻ വന്നിട്ടുണ്ട്. സോ എന്തായിരിക്കും ഒരു കോമൺ ഇഷ്യൂസ് എന്തൊക്കെയായിരിക്കും? സെയിം ആങ്സൈറ്റി, സ്ട്രെസ്, ബേസിക്കലി നമുക്ക് പൊതുവേ നമുക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇസ് ബിക്കോസ് നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ കോൺസിക്വൻസസ് എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇനി എന്തുണ്ടാവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതുകൊണ്ടാണ് മിക്ക സമയത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ആൻഡ് ഇഫ് എന്തൊക്കെ നോക്കിയാലും യു കാൺ കൺട്രോൾ ദി എൻറ്റയർ വേൾഡ്. സോ മൈറ്റ് ആസ് വെൽ ലിവ് ഇൻ ദ മൊമെൻറ്റ്. സംഭവിക്കേണ്ട സംഭവിക്കും, അതേ നടക്കത്തുള്ളൂ. ഇനി എന്താണ് ആഗ്രഹം? എന്ത്? ഒബ്വിയസ്ലി ബാക്ക് ടു ആക്ടിങ്, അതാണ് മെയിൻ പ്രയോറിറ്റി. കാരണം കുറേ നാളെ സിനിമ ചെയ്തിട്ട് അപ്പോൾ ഇനി നല്ല നല്ല പടങ്ങൾ ചെയ്യാമെന്നൊരു മെയിൻ ഫോക്കസാണ്. എനിക്കൊന്ന് പലരും വിചാരം ഞാൻ അവരെ നിർത്തി എവിടേക്കോ പോയെന്നുള്ളൊരു ഇതാണ്. പക്ഷേ
അതല്ല എന്നാണ് എനിക്കിനി എല്ലാവർക്കും പറയാനുള്ളത്. ബട്ട് അപ്പം ഈ പടം ഇറങ്ങുമ്പോഴത്തേക്കും ഹോപ്പ്ഫുള്ളി ഐ സ്റ്റാർട്ട് ഗെറ്റിംഗ് മോർ പ്രോജക്ട്സ്, എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിലുള്ള പ്രോജക്ട്സ്. സോ മേക്കിംഗ് പ്ലാൻസ് ഉണ്ട്. മേക്കിംഗ് ഒക്കെ പതുക്കെ ഒക്കെ സമയമുണ്ട്. തൽക്കാലത്തേക്ക് അഭിനയം മാത്രം. കുറച്ച് നാളത്തേക്ക് മേക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല. റീഡിംഗ് ഒക്കെ ഉണ്ടോ? ഇപ്പം തന്നെ ആവശ്യത്തിന് പഠിക്കാനുള്ള മെറ്റീരിയൽസ് റീസെർച്ചിൽ വായിക്കാനുള്ളതുണ്ട്. പക്ഷെ പറ്റുന്ന സമയത്ത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ബുക്സ് വായിക്കാറുണ്ട്. റിസർച്ച് എന്നത്തോടെ ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇത് ഇപ്പം ഒരു പ്രോജക്റ്റ് തീരുമ്പോൾ വേറെ പ്രോജക്റ്റ് വരും. അപ്പം അങ്ങനെ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. സോ എനിക്ക് എന്ത് നിർത്താൻ തോന്നുന്നു അന്ന് വേണമെങ്കിൽ നിർത്താം. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ വിളിച്ചതിൽ എന്തായാലും എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.